സങ്കീർത്തനം 139:14 ഇങ്ങനെ വായിക്കുന്നു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം ഇങ്ങനെ വായിച്ചു പോകാം. പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും എത്ര ഭയങ്കരമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ അകത്ത് ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനം തന്നെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഭയങ്കരമാണ്. ഈ ശരീരത്തിനകത്ത് എത്ര നെർവ്സ് ഉണ്ട്, നമ്മുടെ ശരീരത്തിനകത്ത് കിഡ്നി, ഡൈജസ്റ്റീവ് സിസ്റ്റംസ്, അല്ലെ, എത്ര ഭയങ്കരമായിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ 7 ട്രില്യൺ ഇൻഡിവിജ്വൽ നെർവ് ഫൈബേഴ്സ് തന്നെ ഉണ്ട്. ന്യൂറോൺസ് 95 to 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. അതുപോലെ തന്നെ എത്ര അതിശയകരമായിട്ടാണ് നമ്മുടെ പുറത്തെ അവയവങ്ങളുടെ സൃഷ്ടിപ്പും. അതിൻ്റെ സ്ഥാനം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിലോ, നമ്മുടെ കണ്ണുകളുടെ സ്ഥാനം ഒന്ന് മാറിപ്പോയി, അതെ, തലയ്ക്ക് മുകളിലാണ് നമ്മുടെ കണ്ണുകളുടെ സ്ഥാനമെങ്കിലും, നമ്മുടെ വായുടെ സ്ഥാനം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിലോ, നമ്മുടെ കരത്തിന്റെ സ്ഥാനം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിലോ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിശയവും ഭയങ്കരവുമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. ഇന്ന് പകലിനൊന്ന് ചിന്തിച്ചാട്ടെ, നമ്മൾ അത്ഭുതമാണ്. അതെ, നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ അത്ര ഭയങ്കരമാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഒതുങ്ങിയിരിക്കാനാ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, സ്തോത്രം. ഈ സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുവാൻ, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുവാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞോണം. ഇന്ന് പകലിൽ എത്രയോ പേരുണ്ട് ഈ സൃഷ്ടികർത്താവിനെ, ഈ വിധം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികർത്താവിനെ അറിയാത്തവർ എത്രയോ പേരുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾക്കൊരു പ്രത്യേകതയുള്ളവരല്ല, കർത്താവിന്റെ കൃപയാ ഇന്ന് പകലിൽ അവനെ ആരാധിക്കുവാൻ ഇടയായത്. അതിനപ്പുറം നമുക്കൊന്നിനാലും പുകഴുവാനില്ല. അതുപോലെ തന്നെ ഈ ലോകത്ത് എങ്ങനെയാണ് സ്വർഗം ചമച്ചു വച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചാട്ടെ. എത്ര മനോഹരമായിട്ടാണ് സ്വർഗത്തിൽ ദൈവം അതിനെ ചമച്ചിരിക്കുന്നത്. ആകാശം, ഭൂമി, അതെ, പക്ഷികൾ, മൃഗങ്ങൾ, കടൽ, കര, പ്രകൃതി, എത്ര മനോഹരമായിട്ട് അധികം ചമച്ചിരിക്കുന്നത്. അവന്റെ സൃഷ്ടിപ്പിനായിട്ട്, മനോഹരമായിട്ടുള്ള സൃഷ്ടിപ്പിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്. അതുപോലെ തന്നെ ആമേ സ്തോത്രം, ഈ സൃഷ്ടികർത്താവ്, ആമേ സ്തോത്രം, ഈ സൃഷ്ടികർത്താവിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ നാമത്തെ ഒന്ന് ഉച്ചരിക്കുവാൻ കിട്ടിയ ഭാഗ്യത്തിനായിട്ട് നന്ദി പറഞ്ഞോളൂ കേട്ടോ. അതെ, ഇന്ന് പകലിൽ ചിന്തിച്ചാട്ടെ, ആമേ സ്തോത്രം, നിങ്ങൾ യുണീക്കാകുന്നു. ഈ സൃഷ്ടികർത്താവിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ യുണീക്കാകുന്നു. നിങ്ങൾ അത്ഭുതകരമായി, അതിശയകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ, അതുപോലെ തന്നെ കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുകയും വേണം. വിശ്വസിച്ചാട്ടെ, ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ വിശ്വസിച്ചാട്ടെ, നിങ്ങൾ യുണീക്കാകുന്നു. നിങ്ങൾ വൃഥാവി വചനം കേൾക്കത്തില്ല. നിങ്ങളെ പറ്റിയിട്ട് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. അതെ, ഇന്ന് പകലിൽ ദൈവിക പദ്ധതി, ആമേ സ്തോത്രം, അനവധി ദൂതുകൾ കേട്ട, അതെ, പകുതി വഴിയിൽ നിൽക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, നിങ്ങൾ യുണീക്ക. ആ പദ്ധതി, ആമേ സ്തോത്രം, അത് നിങ്ങളെ കൊണ്ട് തന്നെ ആ സ്വർഗത്തിലധികം ചെയ്തെടുപ്പിക്കുവാൻ പോകുന്നത് മറ്റൊരു വ്യക്തിയെ കൊണ്ടല്ല. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. അതേ ദൈവദാസനെ, അതേ ദൈവദാസിയെ, നിങ്ങളെ കൊണ്ട് തന്നെയാണ്. അതെ, ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. നിങ്ങളെ അതിശയകരമായി, ഭയങ്കരമായിട്ട് അധികം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ കരത്തിൽ തന്നെയാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നത്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കേട്ട ദൂത്, കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹമായി എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയിട്ട് ഒന്ന് അല്പസമയം ചിന്തിക്കുവാൻ സ്വർഗത്തിലധികം സഹായിച്ചതിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ദൈവിക പദ്ധതികൾ പകുതി വഴിയിൽ ആയിപ്പോയി നിൽക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവിന്റെ പകലിൽ കാണിച്ചു തന്നതിനിട്ട് നന്ദി. അവരുടെ ജീവിതത്തിൽ മേലെ അസാധാരണമായ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ പോകുന്നതിനിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവും മാത്രം കർത്താവിനെ ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.